മുഖ്യമന്ത്രിയും CPM-ഉം ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കാനഡയിലെ കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. അഴിമതി കാണിച്ചാലും പദവിയിൽ തുടരുമെന്നാണോ മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും അദ്ദേഹം ചോദിച്ചു. എന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയി ഇരവാദവും വേട്ടയാടൽ സിദ്ധാന്തവും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തിയത്. ഏതായാലും നരേന്ദ്രമോദി വേട്ടയാടുന്നു, മുഖ്യമന്ത്രിയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് എന്നൊക്കെയുള്ള വാദങ്ങൾ, ആ വാദങ്ങൾ ഹൈക്കോടതിക്ക് ബോധ്യമായില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്.